Hello, very good morning to all my dear students. Welcome to the managerial economics subject. The last class we have discussed about the overall introduction about the managerial economics subject. We are discussing about what is economics, different definitions, and what is managerial economics, functions of managerial economics, scope of managerial economics, and different principles or different theories we can be applied in the managerial economics subject, role of managerial economics in the business, and finally we are discussed about the what is forward planning and decision making. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓവറോൾ ദി managerial economics subject, friends. And today we are going to new chapter that is called the theory of consumer behavior. This is the new subject, new chapter. We are discussing about the deeply about the managerial economics subject. That means we are going to on individual basis or കൺസ്യൂമറിൻ്റെ ബേസിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇനിയുള്ള സബ്ജക്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടേംസുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറേ കാര്യങ്ങൾ നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചതായിരിക്കും. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം, പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടികളെയും ഞാൻ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് എന്ത് ചെയ്യണേ സ്വാഗതം ചെയ്യുന്നു. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഒക്കെ നോക്കാം. വാട്ട് ഈസ് ഡിമാൻഡ്? അപ്പോൾ ഫസ്റ്റ് കോൺസെപ്റ്റ് തന്നെ എന്താണ്? ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റാണ്. ഡിമാൻഡ് കോൺസെപ്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ്. സോ എവറി ബിസിനസ് is become success when it can fulfill the needs of its customers എന്നുള്ളതാണ്. കസ്റ്റമറുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയത്ത് ഒരു ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിജയിക്കാൻ പറ്റുന്നുള്ള. സോ ദ സക്സസ് ഓഫ് എനി ബിസിനസ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് എബിലിറ്റി ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് എന്നുള്ളതാണ്. പീറ്റർ എഫ് ഡ്രക്കർ മാനേജ്മെൻറ്റ് തിങ്കറായിരുന്നു. വലിയ ഒരു മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളും കാര്യങ്ങളും ഉണ്ടാക്കുന്ന ആളായിരുന്നു പീറ്റർ ഡ്രക്കർ. 1954 അദ്ദേഹത്തിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ദർ ഈസ് ഓൺലി വൺ വാലിഡ് ഡെഫിനിഷൻ ഓഫ് ബിസിനസ് പർപ്പസ് ടു ക്രിയേറ്റ് കസ്റ്റമർ. ബിസിനസ് എന്നുള്ളതിനുള്ള മെയിനായിട്ട് നമ്മൾ പറയുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ക്രിയേറ്റ് എ കസ്റ്റമർ ബ്രിങ് ഇൻ ദി റവന്യൂ. കസ്റ്റമർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കസ്റ്റമർ എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കി തരും. കസ്റ്റമർ ഇല്ലെങ്കിൽ റവന്യൂ ഉണ്ടാവില്ല, ലാഭം ഉണ്ടാവില്ല. സോ ബിസിനസ് വിൽ ബി ക്ലോസ്ഡ് എന്നുള്ളതാണ്. സോ നോക്കാം എന്താണ് ഡിമാൻഡ് എന്നുള്ളത് നോക്കാം. ഡിമാൻഡ് ഈസ് ആൻ ഇക്കണോമിക് പ്രിൻസിപ്പിൾ റെഫറിങ് ടു എ കൺസ്യൂമേഴ്സ് ഡിസയർ ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് വില്ലിങ്നെസ് ടു പേ എ പ്രൈസ് ഫോർ എ സ്പെസിഫിക് ഗുഡ് ഓർ സർവീസ് എന്നുള്ളതാണ്. അപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ കൂടിയതാണ്. ഒന്ന്, ഡിസയർ ടു പർച്ചേസ്, സാധനം വാങ്ങാൻ ആഗ്രഹം എനിക്കുണ്ട്. ആൻഡ് പ്ലസ് എബിലിറ്റി ടു പേ, അതിന് കൊടുക്കാനുള്ള പൈസയും എൻ്റെ കയ്യിലുണ്ട്. ആൻഡ് വില്ലിങ്നെസ് ടു പേ, ഞാനത് കൊടുക്കാൻ തയ്യാറാകുന്ന സമയത്ത് എന്ത് ചെയ്യുള്ളൂ? ആ സാധനത്തിന് ഡിമാൻഡ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മലപ്പുറം ടൗണിലൂടെ എങ്ങനെ നടന്നു പോവുകയാണ്. മലപ്പുറം ടൗണിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ദൃഷ്ടിയിൽ ഒരു സാധനം പെട്ടു അല്ലേ. വി ആർ ഫൈൻ പ്രോഡക്റ്റ് ഓർ സംതിങ്. നമുക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നി. ഹൈ, എന്ത് നല്ല സാധനം, സൂപ്പറാണല്ലോ. നമ്മൾ വാങ്ങാൻ കരുതി അല്ലെങ്കിൽ നിശ്ചയിച്ച് ഉറപ്പിച്ച് പോയതൊന്നും ആകില്ല. നമ്മൾ കണ്ട സമയത്ത് നോക്കി എത്ര വിലയാണെന്ന് ചോദിച്ചു, നമുക്ക് വന്നു ഡിസയർ ടു പർച്ചേസ്. സാധനം വാങ്ങാനുള്ള ആഗ്രഹം അവിടെ വന്നു. നല്ല രസമുണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ഒരു പ്രോഡക്റ്റ് അല്ലേ, എന്ത് നല്ല ഭംഗി കാണാൻ, ഇതെനിക്ക് വേണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ആൻഡ് വി ആർ ചെക്കിങ് അവർ പോക്കറ്റ്സ് ഓർ പേഴ്സ് ആൻഡ് വി ആർ അല്ലേ ആസ്ക് ദി സെയിൽസ്മാൻ ഹൗ മച്ച് ഇറ്റ് ഈസ് കോസ്റ്റ്, എത്ര രൂപ ഉണ്ടെന്ന് ചോദിക്കുന്നു അല്ലേ. അയാൾ പറയണു ഇറ്റ് ഈസ് ഫോർ 500 rupees. നമ്മൾ അയാളുടെ വില പേശും. 500 ആണോ, ലാസ്റ്റ് എത്ര? 480 രൂപയ്ക്ക് തരാം, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും അല്ലേ. സോ 450 ഈസ് ദി പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 450 ആണ്. ആൻഡ് വി ആർ ഗോയിങ് ടു ചെക്കിങ് അവർ പോക്കറ്റ് ഓർ ATM ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് ആൻഡ് വി ആർ റെഡി
നമുക്ക് മനസ്സിലായി എന്ത് 450 രൂപ എൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ 500 രൂപ കയ്യിലുണ്ട്. സോ ഐ ക്യാൻ പർച്ചേസ് ദ പ്രോഡക്റ്റ്, സാധനം വാങ്ങാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ കഴിവ് വന്നു എന്ത്, എബിലിറ്റി ടു പേ, പൈസ എൻ്റെ കയ്യിലുണ്ട് കൊടുക്കാണ്ട്. സോ എന്താണ്, ഞാൻ റെഡിയായി. ആൻഡ് ഐ എം ഓൾസോ വില്ലിങ്നെസ് ടു പേ, പൈസ കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആരുടെ ഡിമാൻഡ് ഉണ്ടാകുന്നു. ഇനി രണ്ടാമത്തെ ആഗ്രഹം, നമ്മളങ്ങനെ നടന്നു പോകുന്ന ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട്. എല്ലാ സാധനത്തോടും നമുക്ക് ആഗ്രഹം തോന്നാറില്ല. സോ ആഗ്രഹം തോന്നുന്നതിനോട് ഡിമാൻഡ് വരാൻ ചാൻസ് ഉള്ളൂ, എല്ലാത്തിനും ഡിമാൻഡ് ഉണ്ടാക്കില്ല. നമ്മൾ നോക്കി ആഗ്രഹമൊക്കെ തോന്നി, പേഴ്സൺ നോക്കിയപ്പോൾ 0 ബാലൻസ് ആണ്. ദർ ഇസ് നോ എമൗണ്ട് ഓർ ദർ ഇസ് നോ ക്യാഷ് ഇൻ അവർ വാലറ്റിൽ പൈസ ഇല്ല, ഒരു ക്യാഷും ഇല്ല, ഒന്നുമില്ല. സോ നമുക്ക് ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, പൈസയും വേണ്ടേ. സോ പൈസ ഇല്ല. ഇനി പൈസ ഉള്ള ആളുകളുണ്ടാവും, നമ്മൾ പിഷ്കന്മാരാണ് അല്ലേ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആളുകൾ എന്നൊക്കെ നമ്മൾ ചില ഒരു ഇതിൽ നമ്മൾ പറയലുണ്ട്, എന്താ പറയുക, താരതമ്യപ്പെടുത്തി പറയലുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം പൈസ ചിലവാക്കാത്ത ആളുകൾ, അവർക്കും സംബന്ധിച്ചിടത്തോളം എന്താണ്, ഡിമാൻഡ് ഈസ് നോട്ട്, അത് ഒരു കോൺസെപ്റ്റിൽ നമുക്ക് പറയാൻ പറ്റില്ല. സോ 3 കാര്യങ്ങൾ കൂടി ചേരുമ്പോഴേ സാധനത്തിന് നമ്മൾ ഡിമാൻഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് ഈസ് ദ ഡിസയർ ടു പർച്ചേസ്, എബിലിറ്റി ടു പർച്ചേസ് ആൻഡ് വില്ലിങ്നെസ് ടു പേ. 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. Simply, demand refers to consumers' desire to purchase goods and service at a given price. അയാൾ പറഞ്ഞ പൈസക്ക് സാധനം വാങ്ങുവാനും അല്ലെങ്കിൽ സാധനം സേവനം വാങ്ങുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതിനാണ് എന്താ പറയുക, ഡിമാൻഡ് എന്ന് പറയുക, അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറയത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. നമ്മളൊക്കെ നിത്യ ജീവിതത്തിൽ കടയിൽ പോയിട്ട് സാധനം ചോദിക്കും അല്ലേ, നമ്മൾ കടയിലേക്ക് കുട്ടികൾ പറഞ്ഞേക്കും, 10 രൂപ കൊടുത്ത് വെച്ചിട്ട് പറഞ്ഞേക്കും, 10 രൂപക്ക് അവിടെ നിങ്ങൾ മുട്ടായി എന്താ വെച്ചാൽ വാങ്ങിക്കോളെന്ന് പറയും. കടയിൽ പോയിട്ട് കുട്ടികൾ ഇങ്ങനെ ചോദിക്കുമല്ലേ, സാധനത്തിന് എത്ര രൂപ വില, കാക്ക ഇതിന് എന്താണ് വില, അല്ലെങ്കിൽ ചേട്ടാ ഇതിനെന്താണ് വില എന്ന് ചോദിച്ചിട്ട് കുട്ടികളുടെ കയ്യിലുള്ള പൈസ തിട്ടപ്പെടുത്തും. 10 രൂപയാണ് ആകെ ഉള്ളത്. സോ എനിക്ക് അത് വാങ്ങി കഴിഞ്ഞാൽ 10-20 രൂപയാണ് പറഞ്ഞത്, കൊടുക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അടുത്ത സാധനം ചോദിക്കും. അപ്പോൾ കടക്കാരൻ ചോദിക്കും, നിൻ്റെ കയ്യിൽ എത്ര രൂപയുള്ളത്, അപ്പോൾ 10 രൂപ എന്ന് പറയും. അല്ലെങ്കിൽ എത്ര രൂപ ഉള്ളത്, എന്നാൽ 10 രൂപയ്ക്ക് ഈ സാധനം കിട്ടും, ഇത് വേണോ ചോദിക്കും. ആ കുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറയും, എന്നാൽ അത് മതി എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയുക, വേണ്ട എന്ന് പറഞ്ഞിട്ട് പോരും. ഇതാണ് നമ്മൾ പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. വാട്ട് ഈസ് ഡിമാൻഡ്? അപ്പോൾ ഇത് നമ്മൾ വലിയൊരു സംഭവമാക്കിയിട്ട് നമ്മൾ വലിയൊരു എന്തൊക്കെയോ ഡിമാൻഡ് എന്ന് കേൾക്കുമ്പോൾ സംഭവമായിട്ടൊന്നും കരുതണ്ട. ഇത് നിത്യജീവിതത്തിലുള്ള കോൺസെപ്റ്റാണ്. ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് വലിയൊരു ഭാരം ഏൽക്കുന്ന പോലെ പഠിച്ചിട്ട് എന്തില്ല, അത് നമുക്ക് വഴിയില്ല. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്തെയില്ല, പ്രതീക്ഷിക്കാൻ പറ്റില്ല. സോ ഇഫ് യു വാണ്ട് ടു സ്റ്റഡി ദി സബ്ജക്റ്റ് വെരി ഹാപ്പി, ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ഇതൊക്കെ നമ്മൾ ഇത് ഞാൻ കടയിൽ പോകുമ്പോൾ കാണുന്ന കാര്യമാണല്ലോ, അല്ലെങ്കിൽ ഇതാണല്ലോ എന്നൊക്കെ മനസ്സിലങ്ങനെ കരുതി നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്നും നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യും, അതിരിക്കും. കാണാപാഠം ബൈഹാർട്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ അത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുമെന്നല്ലാതെ പിന്നീട് എന്തില്ല, അത് ഉപകാരപ്പെടാൻ ചാൻസ് ഇല്ല. 3 കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. നോക്കാം നെക്സ്റ്റ് പോയിന്റ്, വാട്ട് ഈസ് ദി ലോ ഓഫ് ഡിമാൻഡ്. അപ്പം ഡിമാൻഡ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്നാണ് നമുക്ക് നോക്കാം. ദ ലോ ഓഫ് ഡിമാൻഡ് ഈസ് എ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് എന്ത്, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് സേസ് ദാറ്റ് അറ്റ് എ ഹയർ പ്രൈസ് എ കൺസ്യൂമർ വിൽ ഡിമാൻഡ് എ ലോവർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് വൈസ് വേഴ്സ. The law of demand means the relation between price and quantity of demand. ഇതിലൊരു കാര്യം കൂടി ടൈപ്പ് ചെയ്ത് വിട്ടുപോയിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടത്. ഇറ്റ് സേസ് ദാറ്റ് അറ്റ് എ ഹയർ പ്രൈസ് കൺസ്യൂമർ വിൽ ഡിമാൻഡ് എ ലോവർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് വൈസ് വേഴ്സ എന്നുള്ള പറഞ്ഞുകൊടുത്ത് എന്താണ് വൈസ് വേഴ്സ ആൻഡ് അതർ ഫാക്ടേഴ്സ് ആർ റിമൈനിങ് കോൺസ്റ്റൻറ്റ് എന്ന് കൂടി എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ വൺ പ്രൈസ് ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ്, വൺ പ്രൈസ് ഡിക്രീസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ്, ദ അതർ ഫാക്ടേഴ്സ് ആർ റിമൈനിങ് കോൺസ്റ്റൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധനത്തിന് വില കൂടിയും കുറഞ്ഞും പക്ഷേ ഡിമാൻഡ് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടാക്കും. അപ്പോൾ എങ്ങനെയാണ് അത് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയാൻ പറ്റില്ല. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഇറ്റ് ഈസ് ദി law of demand means the relationship between the price and quantity demand. When price increase നമ്മൾ പറയുന്നേ ഉള്ളൂ, നിങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ എഴുതിയെടുക്കണം. it is the law of demand means the relationship between the price and quantity demand. That means when price increase the quantity demand decrease, when price decrease the quantity demand increase, other factors are remaining constant. എങ്ങനെയാണ്, other factors are remaining constant. When price increase
quantity demand decrease. When price decrease, quantity demand increase. അതർ ഫാക്ടേഴ്സ് ആർ റിമൈനിങ് കോൺസ്റ്റൻറ്റ്. രണ്ടും ഒരുമിച്ച് നിൽക്കില്ല. പൈസ കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടില്ല, പൈസ കുറയുന്നു. ചില പ്രോഡക്റ്റ് നോർമൽ ഗുഡ്സിൻ്റെ കേസിലായിട്ട് പറയണത്, ചില പ്രോഡക്റ്റിൻ്റെ കേസിൽ ഡിമാൻഡ് കൂടും. അത് നമ്മൾ ലക്ഷറി ഗുഡ്സ് അല്ലേ, ബെൻസ് കാറ് ഒരാൾ 50 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങി എന്ന് പറയുമ്പോൾ അതിന് വില കൂടുന്ന സമയത്ത് ഡിമാൻഡ് കൂടുള്ളൂ. കാരണം എന്താണ്, അതൊരു പ്രൈഡാണല്ലേ. എൻ്റെ കയ്യിൽ ഈ വണ്ടി ഉണ്ടെന്ന് പറയണത് ഐ എം തിങ്ക് ടു ബി പ്രൈഡ്, എനിക്ക് അഭിമാനമാണ്. ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തുണ്ട് കേട്ടോ എന്ന് പറയുന്നത് അഭിമാനമായിട്ട് കാണുന്നു. സോ എന്തേക്കാരം അതിൻ്റെ കേസിൽ വിട്ടുപോയിക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്താ ശ്രദ്ധിക്കേണ്ടത്, നോർമൽ ഗുഡ്സിൻ്റെ കേസിലാണ്. സാധാരണ നമ്മളൊരു അല്ലേ, നമ്മൾ സാധനം വീട്ടിലേക്ക് സാധനം വാങ്ങുന്ന സമയത്ത് ഉള്ളിക്കൊക്കെ നോക്കിയാൽ മതി അല്ലേ, വലിയ ഉള്ളി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിനൊക്കെ ഒനിയൻ ഐറ്റംസിനൊക്കെ എന്തെങ്കിലും വില കൂടുന്ന സമയത്ത് ഉമ്മാരൊക്കെ പറയും, ഈ വില കൊടുത്തിട്ട് വാങ്ങാൻ കഴിയില്ല, അപ്പോൾ കുറച്ച് വാങ്ങിയാൽ മതി, ആവശ്യത്തിന് വാങ്ങിയാൽ മതി. ഇനി ഇത് വില കുറയുന്ന സമയത്തോ നമ്മൾ വീട്ടിലേക്ക് അത്യാവശ്യമല്ലേ, 1 കിലോ എടുത്തോളി, 2 കിലോ എടുത്തോളി നമ്മൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഈ വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, വെളുത്തുള്ളി കൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സീസണില്ല, അതിൻ്റെ സീസൺ സമയത്ത് വില കുറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മളത് 1 കിലോനൊക്കെ വാങ്ങിയിട്ട് അച്ചാർ ഉണ്ടാക്കുന്നു, വേറെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നു. ഇനി അതിന് കിലോക്ക് 200-300 രൂപയൊക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിലോ 100 ഗ്രാം 200 ഗ്രാമൊക്കെ വാങ്ങിയിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കണ്ടേ എന്ന് കരുതിയിട്ട് വാങ്ങുന്നു. അതാണ് പറയുന്നത്. അപ്പോൾ വില കൂടുന്ന സമയത്ത് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു, വില കുറയുന്ന സമയത്താണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. അതർ ഫാക്ടേഴ്സ് റിമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചില സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കും, അതിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റേ ഡിമാൻഡ് ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാളുടെ വരുമാനം കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ബാധിക്കും. ഇതിലൊന്നും എന്തല്ല, അതൊന്നും ലോ ഓഫ് ഡിമാൻഡ് ബാധിക്കുന്ന ഫാക്ടറല്ല. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷനാണ്. ആ റിലേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും അതായത് ഇത് രണ്ടും ഒരുമിച്ച് വെക്കില്ല, രണ്ടാളും ഭയങ്കര പ്രശ്നത്തിലാണ്, ഫുൾ ടൈം പ്രശ്നമാണ്. ഒന്ന് മേപ്പോട്ടേക്ക് പോകുമ്പോൾ മറ്റേ കീപ്പോട്ടേക്ക് വരും, മറ്റേത് മേലേക്ക് പോകുമ്പോൾ മറ്റേ ഡിമാൻഡ് താഴേക്ക് വരും. അപ്പോൾ പ്രൈസ് മേലേക്ക് പോകുമ്പോൾ ഡിമാൻഡ് താഴേക്ക് പോരും, ഇനി പ്രൈസ് താഴേക്ക് പോകുമ്പോൾ ഡിമാൻഡ് മേലേക്കും പോകും. അങ്ങനെയാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് തമ്മിലുള്ളത്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ക്വാണ്ടിറ്റി ഡിമാൻഡും അതേപോലെ തന്നെ പ്രൈസും തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ചാൽ ഇൻവേഴ്സാണ്. പരസ്പരം എന്ത് ചെയ്യുന്നു, ഇൻവേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പോകുന്നു എന്നുള്ളതാണ്. നോക്കാം. നെക്സ്റ്റ് കോൺസെപ്റ്റാണ് യൂട്ടിലിറ്റി എന്നുള്ളത്. വാട്ട് ഈസ് യൂട്ടിലിറ്റി? Utility is a term in economics that refers to total satisfaction received from consuming a good or service. ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, നമുക്കൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തിയാണ് എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ ആണ് എന്താ പറയുക, ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി ഈസ് എ ടേം ഇൻ എക്കണോമിക്സ് ദാറ്റ് റെഫേഴ്സ് ടു ദി ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ റിസീവ്ഡ് ഫ്രം എ കൺസ്യൂമിങ് ഗുഡ്സ് ഓർ സർവീസ്. ഒരു സാധനവും സേവനം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലേക്ക് ലഭിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് എന്താ പറയുക, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇക്കണോമിക് തിയറീസ് ബേസ്ഡ് ഓൺ റാഷണൽ ചോയ്സ് യൂഷ്വലി അസ്യൂം ദാറ്റ് കൺസ്യൂമേഴ്സ് വിൽ സ്ട്രൈവ് ടു മാക്സിമൈസ് ദർ യൂട്ടിലിറ്റി. എക്കണോമിക്സിൻ്റെ തിയറി അനുസരിച്ച് എന്താണ്, മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമ്മൾ സാധനം വാങ്ങുന്ന സമയത്ത് നമുക്കത് മാക്സിമം സംതൃപ്തിയിൽ വെക്കണമെന്ന് നമ്മളൊക്കെ എടുത്തോളൂ അല്ലേ, വെറുതെ അത്രയൊക്കെ മതി അല്ലെങ്കിൽ ഇത് വേണ്ട എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും ആരും വാങ്ങില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം എന്ത് ചെയ്യണം, സാറ്റിസ്ഫാക്ഷൻ അതിൽ നിന്ന് ലഭിക്കണം. ദ എക്കണോമിക് യൂട്ടിലിറ്റി ഓഫ് ഗുഡ് ഓർ സർവീസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ഇറ്റ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ ഡിമാൻഡ് ആൻഡ് ദർ പ്രൈസ് ഓഫ് ദ ഗുഡ് സർവീസ്. അപ്പോൾ യൂട്ടിലിറ്റി എന്തൊക്കെ റിലേഷൻ എന്തെന്ന് ഡിമാൻഡും അതേപോലെ തന്നെ പ്രൈസും. ഇപ്പോൾ ഒരു സാധനം നമ്മൾ അതിയായി ആഗ്രഹിച്ചിട്ട് വെള്ളം കുടിക്കുവാൻ അതിയായ ദാഹം നമുക്ക് വരുന്ന സമയം ഉണ്ടാവും അല്ലേ. അപ്പോൾ നോമ്പ് സമയത്തൊക്കെ ഉച്ചക്കൊക്കെ അല്ലെ 2 മണിയാണ് സമയത്ത് ഇങ്ങനെ ദാഹിച്ച് ഇങ്ങനെ നിൽക്കാനും ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ എന്തോ ഒരു രസമായിക്കാരം നമ്മളെ മനസ്സിലുണ്ടാക്കുക, എന്തോ ടേസ്റ്റായിക്കാരം. അതങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമൈസ് ചെയ്യാനാണ്. അപ്പോൾ ഡിമാൻഡും അതേപോലെ തന്നെ. അപ്പോൾ ആ സമയത്ത് ഇനി അതല്ല, നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇപ്പോൾ വെള്ളം കിട്ടാൻ നല്ല തണുത്ത ജ്യൂസ് കിട്ടുമ്പോൾ നമുക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, കിട്ടിയാണ്ട് കുടിച്ചു എന്നുള്ള ഒരു ചിന്തയേ ഉണ്ടാവുള്ളൂ. അതാ പറയണത്. അപ്പോൾ എന്താണ്, ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ആണിത് ഡിമാൻഡ് ആൻഡ് ദർ പ്രൈസ് ഓഫ് ദാറ്റ് ഗുഡ്സ് ഓർ സർവീസ്. So, utility in economics refers to the usefulness or enjoyment a consumer can get from service good. എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാധനം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന യൂസ്ഫുൾനെസ്, എൻജോയ്മെൻറ്റ്, അതൊക്കെയാണ് യൂട്ടിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
എന്നാൽ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിൻ. ടോട്ടൽ യൂട്ടിലിറ്റി റെഫേഴ്സ് ടു കംപ്ലീറ്റ് എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ട്. നമ്മൾ സാറിന് ഒരു ബിരിയാണി നിന്നു, 2 ബിരിയാണി നിന്നു, 3 ബിരിയാണി നിന്നു. അപ്പം ആദ്യത്തെ ബിരിയാണിയിൽ നിന്ന് 100 ലഭിച്ചു, രണ്ടാമത്തെ ബിരിയാണി 50 ലഭിച്ചു, മൂന്നാമത്തെ ബിരിയാണി 30 ലഭിച്ചു. അപ്പോൾ 100, 50, 80, 30 പ്ലസ് 100, 150 പ്ലസ് 30, ദാറ്റ് ഈസ് 180 ആണ് എന്ത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊരു സാധനം അധികം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന മൊത്തം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മാർജിൻ യൂട്ടിലിറ്റി റെഫേഴ്സ് ടു സാറ്റിസ്ഫാക്ഷൻ ഫ്രം എക്സ്ട്രാ യൂണിറ്റ് കൺസ്യൂമഡ്. ആദ്യത്തെ ബിരിയാണി നിന്നപ്പോൾ 100 യൂട്ടിലിറ്റി ലഭിച്ചു, രണ്ടാമത്തെ ബിരിയാണി നിന്നപ്പോൾ എത്ര ലഭിച്ചു? 50 യൂട്ടിലിറ്റി ലഭിച്ചു എന്നൊക്കെ അല്ലേ, അങ്ങനെ പറഞ്ഞു, 50 യൂട്ടിലിറ്റി ലഭിച്ചു. അപ്പോൾ 150 ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പോൾ 150 ആക്കാൻ ആദ്യത്തെ 100 ഉണ്ടായിരുന്നത്, പിന്നെ 50 നമുക്ക് അഡീഷണൽ വന്നു. അപ്പോൾ ഈ 50 ആണ് എന്ത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി റെഫേഴ്സ് ടു സാറ്റിസ്ഫാക്ഷൻ ഗെയിൻഡ് ഫ്രം ആൻ എക്സ്ട്രാ യൂണിറ്റ് കൺസ്യൂംഡ്. Then if the marginal utility is the last item is positive, then total utility will be increase അല്ലേ. നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ എന്തെങ്കിലും ടോട്ടൽ യൂട്ടിലിറ്റി കൂടും. ഇനി അതല്ല നെഗറ്റീവ് ആണെങ്കിൽ എന്തെങ്കിലും ടോട്ടൽ യൂട്ടിലിറ്റി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മടുത്തു, ഇനി വേണ്ട, പിന്നെയും കഴിക്കാൻ വേണ്ടി തന്നു. കഴിക്കുക എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തിൻ്റെ പുറത്തൊരു കഴിക്കലും കൂടി തന്നു. ആ കഴിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നിന്ന് മൊത്തം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്തു? ഒന്നുമില്ല, അത് നെഗറ്റീവിലേക്ക് എത്തി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ സംതൃപ്തി ലഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ തിന്നുന്ന ടേസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, വെറുതെ അങ്ങനെ തിന്നാന്ന് മാത്രമേ ഉള്ളൂ. സീറോയിലാണ് യൂട്ടിലിറ്റി. പ്രത്യേകിച്ച് ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല, സീറോയിലെത്തി. സീറോ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു റേറ്റും കൂടി അല്ലെങ്കിൽ അടുത്തൊരു കൂടി കഴിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന എന്തേ കാര്യം മൈനസിലേക്ക് വരുള്ളൂ, നെഗറ്റീവിലേക്ക് എത്തുന്നു. അങ്ങനെ നെഗറ്റീവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 180 നിന്ന് പിന്നെ കുറയും അല്ലേ, 150 കുറഞ്ഞ് അടുത്ത ഒരു ഇത് കൂടി കഴിച്ചപ്പോൾ 100 സീറോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 180 കിടക്കുന്നു. ഇനി എന്താണ് അടുത്തതായപ്പോഴത്തേക്കും ആദ്യം കഴിച്ച് മൊയ്യോ പുറത്തേക്ക് വന്നു. അപ്പോൾ -50 വന്നു കഴിഞ്ഞാൽ പിന്നെ 130 എത്തുന്നു. അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ക്വാണ്ടിറ്റി. ഫസ്റ്റ് ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്തു, അതിനകത്ത് 30 യൂട്ടിലിറ്റി ലഭിച്ചു, മാർജിൻ യൂണിറ്റ് 30 ആണ്. രണ്ടാമത്തെ ഇത് കഴിച്ച സമയത്ത് ടോട്ടൽ യൂട്ടിലിറ്റി 55 ആയി. 55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 30 കൂടിയിട്ട് 25 കൂടി, ദാറ്റ് ഈസ് മാർജിൻ യൂണിറ്റ് 25 അതിലേക്ക് എത്തി. ഈ മൂന്നാമത്തെ ചായമഴി കുടിച്ചപ്പോൾ 75 ആയി എന്ന് പറഞ്ഞാൽ എന്താണ്? 55 75 ആണെങ്കിൽ എന്ത് ചെയ്യണം? 20 കൂടണം അല്ലേ, 20 ആയി. നാലാമത്തെ യൂണിറ്റ് ഇതാക്കിയപ്പോൾ 90 എന്ന് പറഞ്ഞാൽ നാലാമത്തെ ചായ കുടിച്ചു 90 രൂപ, 90 യൂട്ടിലിറ്റി ടോട്ടൽ യൂട്ടിലിറ്റി ലഭിച്ചു. അതുവരെ ആദ്യം കഴിച്ചതൊക്കെ കൂടിയിട്ട് 90 ടോട്ടൽ യൂട്ടിലിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നത്തെ ചായക്ക് നമുക്ക് 15 യൂട്ടിലിറ്റി ആകെ ലഭിച്ചിട്ടുള്ളൂ. വീണ്ടും ഒരു ചായ കുടിച്ച് 98 ആയി, ടോട്ടൽ യൂട്ടിലിറ്റി 98 ആയപ്പോൾ അഡീഷണൽ ആയിട്ട് 8 യൂട്ടിലിറ്റി വന്നിട്ടുള്ളൂ. ആറാമത്തെ ഒരു ചായ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേജിലേക്ക് എത്തി. ചായ കുടിച്ചു എന്നുള്ള ഒന്നൊരു വികാരം 98 തന്നെ കിടക്കുന്നത്. ദാറ്റ് മീൻസ് 0 യൂട്ടിലിറ്റിയാണ്, പ്രത്യേകിച്ച് യൂട്ടിലിറ്റി ഒന്നും ലഭിച്ചില്ല. ഏഴാമത്തെ ഒരു ചായ കുടിച്ച സമയത്ത് കുറച്ചാണ് പുറത്തേക്ക് വന്നു, അതെന്ന് പറഞ്ഞാൽ 88 ആയി, -10 ആയി. രണ്ടാമത് വീണ്ടും ഒരു ചായ 8ാമത്തെ ഗ്ലാസ് മാടി കുടിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് കൊടുത്ത സമയത്ത് ആദ്യം കഴിച്ചതാ ഒന്ന് കുറേ കൂടി അങ്ങോട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ 63 ആയി ടോട്ടൽ യൂട്ടിലിറ്റി, അത് -25 ആയി. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി ഗ്രാഫാണ് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിൻ എക്കണോമിക് യൂട്ടിലിറ്റി. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? കൂടി 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 എന്ന് അതിങ്ങനെ ചെറിയ രീതിയിലേക്ക് ഉയർന്നു വന്ന് പിന്നെ അങ്ങനെ ഡിമിനിഷിലേക്ക് എത്തുന്നു. മറ്റേ മാർജിൻ യൂട്ടിലിറ്റി എന്താണ്? താഴേക്ക് ഇങ്ങനെ പോകുന്നു കോൺസെപ്റ്റ്. ഓക്കെ, കാർഡിനൽ യൂട്ടിലിറ്റി എന്താണ്? കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഈസ് പ്രൊപ്പോൺഡ് ബൈ നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ്. നമ്മൾ ക്ലാസിക്കൽ എക്കണോമിസ്റ്റും നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റും മോഡേൺ എക്കണോമിസ്റ്റും ഇങ്ങനെ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ കോൺസെപ്റ്റ് പ്രൊപ്പോൺ ചെയ്തിട്ടുള്ളത്. ദ ബിലീവ് ദാറ്റ് യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ. അവരുടെ കോൺസെപ്റ്റിൽ എന്താണ്? യൂട്ടിലിറ്റി നമുക്ക് അളക്കാൻ പറ്റും. ദ കസ്റ്റമർ ക്യാൻ എക്സ്പ്രസ് എ സാറ്റിസ്ഫാക്ഷൻ കാർഡിനൽ ഓർ ക്വാണ്ടിറ്റി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആളുകൾക്ക് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം? അവിടെ യൂട്ടിലിറ്റി എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു എക്സ്പ്രസ് ചെയ്യാം, നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാം. ക്വാണ്ടിറ്റി നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3. ഞാൻ ഫസ്റ്റ് അടിച്ചപ്പോൾ എനിക്ക് 1 യൂട്ടിലിറ്റി ലഭിച്ചേ, എനിക്ക് 2 യൂട്ടിലിറ്റി ലഭിച്ചേ നമുക്ക് പറയുന്ന രീതിയിലേക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ദേ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ഹൈപ്പോത്തറ്റിക്കൽ യൂണിറ്റ് കാർഡ്. അതിന് വേണ്ടിയിട്ട് അവർ യൂണിറ്റ് കണ്ടെത്തി, അതിൻ്റെ പേരാണ് യൂട്ടിൽസ്. അപ്പോൾ എനിക്കൊരു യൂട്ടിൽ ലഭിച്ചു, മറ്റേ എനിക്ക് 3 യൂട്ടിൽ ലഭിച്ചു, എനിക്ക് 5 യൂട്ടിൽ ലഭിച്ചു എന്ന് പറയുന്ന രീതിയിലേക്ക് എന്തെന്നു മീനിങ് ഓഫ് യൂണിറ്റ്, ദ യൂണിറ്റ്സ് ഓഫ് യൂട്ടിലിറ്റി. അതാണ് എന്ത്? യൂട്ടിൽസ് എന്ന രീതിയിലാണ് അറിയപ്പെടുക. ഹിയർ 1 യൂട്ടിൽ ഈസ് ഈക്വൽ ടു 1 രൂപി ഓൺ ദി യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. എന്താണ്?
യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് പൈസയുമായിട്ട്. ഇപ്പോൾ ഞാൻ 10 രൂപേൻ്റെ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് 10 യൂട്ടി ലഭിച്ചു എന്ന് പറയുന്ന രീതിയിലായിരുന്നു. മാക്സിമം കിട്ടുക 10 യൂട്ടിലാണ്. 10 രൂപേൻ്റെ ലൈമ് ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്നത് മാക്സിമം 10 യൂട്ടിലായിരിക്കും. അതാണ് പറയുന്നത്, പൈസയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത്. നോക്കാം. റാഷണാലിറ്റി, അതിൽ റാഷണാലിറ്റിയാണ്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ കൺസ്യൂമേഴ്സ് ആർ റാഷണൽ ആണ്, ആൻഡ് ദേ സാറ്റിസ്ഫൈ ദെയർ വാണ്ട്സ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ പ്രിഫറൻസ്. ദിസ് മീൻസ് ദേ വിൽ പർച്ചേസ് ദോസ് കമ്മോഡിറ്റീസ് ഫസ്റ്റ് വിച്ച് ഈൽസ് ദ ഹയസ്റ്റ് യൂട്ടിലിറ്റി ആൻഡ് ദെൻ സെക്കൻഡ് ഹയസ്റ്റ് ആൻഡ് സോ ഓൺ. മനുഷ്യന്മാരുടെ വിവേക ചിന്തയുള്ള ആളുകളാണ്. നമ്മൾ പറയില്ല, വിവേകമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുണ്ട് മനുഷ്യനുള്ള പ്രത്യേകത. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ എങ്ങനെ സാധനങ്ങൾ വാങ്ങാം, നമുക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിക്കുന്ന സാധനം ഏതാണോ അതാണ് നമ്മൾ ആദ്യം വാങ്ങുക, അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനം പോയിട്ട് നമ്മൾ ആദ്യം വാങ്ങില്ലല്ലോ. നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഏതാണോ അത് നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഏതാണോ അങ്ങനെ പോകുള്ളൂ. പിന്നെ ഒരു ഇതിൽ അടുത്ത കോൺസെപ്റ്റ് ലിമിറ്റഡ് റിസോഴ്സുകളാണ്, അല്ലേ? മണി എന്ന് പറയുന്നത് ലിമിറ്റഡ്. ദ കൺസ്യൂമേഴ്സ് ഹാസ് ലിമിറ്റഡ് മണി ടു സ്പെൻഡ് ഓൺ ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, ആൻഡ് ദസ് ദിസ് മേക്സ് ദ കൺസ്യൂമർ ബൈ ദോസ് കമ്മോഡിറ്റി പർച്ചേസ് നെസസറി. അതാണ്, നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ, അൺലിമിറ്റഡ് പൈസ ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആദ്യം ഇത് വാങ്ങാം അത് വാങ്ങാം എന്നൊക്കെ ചിന്ത ഉണ്ടാവുള്ളൂ. ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ. അല്ല, പൈസ നമ്മുടെ കയ്യിൽ ലിമിറ്റഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ഫസ്റ്റ് ചോയ്സ് എന്ത് ചെയ്യണം, നമുക്ക് ഏതാണോ വേണ്ടത് അതിനായി കൊടുക്കുന്നു. ദെൻ മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ഉദ്ദേശം എന്താണ്, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കണം. എവരി കൺസ്യൂമർ എയിംസ് ടു മാക്സിമൈസ് ഹിസ് ഓർ ഹെർ സാറ്റിസ്ഫാക്ഷൻ ഫോർ ദി എമൗണ്ട് ഓഫ് മണി ഹിസ് ഓർ ഷീ സ്പെൻഡ് ഓൺ ദി ഗുഡ്സ് ആൻഡ് സർവീസ്. നമ്മൾ പൈസക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ചിലവാക്കുന്ന സമയത്ത് അത് മാക്സിമം എന്ത് ചെയ്യണം, നമുക്ക് ലഭിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാക്കുക. യൂട്ടിലിറ്റി ഈസ് കാർഡിനലി മെഷറബിൾ. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ആൻഡ് ദി യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം 1 യൂണിറ്റ് ഓഫ് ദി കമ്മോഡിറ്റി ഈസ് ഈക്വൽ ടു ദി എമൗണ്ട് ഓഫ് മണി വിച്ച് കൺസ്യൂമേഴ്സ് റെഡി ടു പേ ഫോർ 1 യൂട്ടിൽ ഓർ 1. ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ 4 കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് ഇതാക്കുള്ളൂ. ഈ അസംഷൻസ് ആണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.